മാനദണ്ഡങ്ങൾ ലംഘിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തുവാൻ ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമായത്. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെ ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി തീരുമാനപ്രകാരം ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനധികൃതമായി കൈപ്പറ്റിയ തുകകൾ തിരിച്ചുപിടിക്കാനുള്ള ഒരു കർശന നടപടിയിലോട്ട് കടന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ നമ്മൾ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ നമ്മൾ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബാക്കി ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ട് പ്രകാരം അടിയന്തരമായിട്ട് ഇവിടെയുള്ള ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനായിട്ടാണ് പഞ്ചായത്ത് ഏക്കർ കണക്കിന് പട്ടയഭൂമിയുള്ളവർ 2-3 വാഹനങ്ങളും വാസയോഗ്യമായ വീടുള്ളവർ ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവർ തുടങ്ങി വ്യാപകമായ ക്രമക്കേട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നടന്നിരുന്നു. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത നൂറുകണക്കിന് ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. 1-ാം ഗഡു വാങ്ങിയ ശേഷം ഒരു പണിയും ചെയ്യാതെ 2, 3, 4 ഗഡുക്കളും കൈപ്പറ്റിയ നിരവധി പേരുണ്ട്. പഴയ വീട് അറ്റകുറ്റപ്പണി നടത്തി പണം തട്ടിയവരും മറ്റുള്ളവരുടെ വീടിന്റെ ഫോട്ടോ നൽകി പണം വാങ്ങിയവരും പട്ടയഭൂമിയുടെ രേഖ നൽകി പട്ടയമില്ലാത്ത രീതിയിൽ വീട് വെച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിന് അവസരമുണ്ടാക്കിയതിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർമാർക്കും നിർണായക പങ്കുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അനധികൃതമായിട്ട് പണം കൈപ്പറ്റിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ നടപടി സ്വീകരിക്കാത്തതിൻ്റെ വിവരമാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അതുകൊണ്ട് ജില്ലാ മിഷൻ ഇത് സംബന്ധിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും പോലും വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഡിവിഷൻ മെമ്പറായിരിക്കുമ്പോഴാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട് സംഘടിപ്പിച്ചെടുത്തത്. 3 സെന്റ് ഭൂമിയെ സ്വന്തമായുള്ളൂ എന്ന് കാണിച്ചാണ് വീട് വാങ്ങിയത്. എന്നാൽ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ 1.5 ഏക്കർ പട്ടയഭൂമിയുണ്ടെന്ന് കണ്ടെത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് വീട് വാങ്ങി മുഴുവൻ തുകയും കൈപ്പറ്റിയത്. 2022 പ്രാഥമിക അന്വേഷണത്തിൽ 27 പേർ അനധികൃതമായി പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് സർക്കാരിന് നഷ്ടമായ പണം തിരിച്ചടപ്പിക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകി. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയച്ച നടപടി ലഘൂകരിക്കുകയാണ് പഞ്ചായത്ത് സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കെത്തിയ വിജിലൻസ് ഇതുവരെയുള്ള നടപടി സംബന്ധിച്ച വിശദീകരണം തേടി. തുടർന്നാണ് ചൊവ്വാഴ്ച അടിയന്തര കമ്മിറ്റി കൂടി റവന്യൂ റിക്കവറിക്ക് തീരുമാനമെടുത്ത് ഒരു വീടിന് 4 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 25,000 രൂപയുടെ തൊഴിൽ ദിനങ്ങളുമാണ് സർക്കാർ സഹായം നൽകുന്നത്. ക്രമക്കേടിലൂടെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമായിട്ടുണ്ട്. ഈ തുക 18% പലിശയോടെ തിരിച്ചു പിടിക്കാനാണ് വിജിലൻസ് തീരുമാനം. വിശദമായ അന്വേഷണം നടത്താനാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന്റെ തീരുമാനം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു CPM അംഗവും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. ലൈഫ് ഭവന പദ്ധതി പ്രകാരം പണിത വീട് ഉപയോഗിക്കാത്തവർ, വാടകയ്ക്ക് നൽകിയവർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.